ഖുർആനിൽ അല്ലാഹു പറഞ്ഞാലും ഫഇൻ തിബ്ന ലക്കും, ആ സ്ത്രീകൾ നിങ്ങൾക്ക് നല്ല സന്തോഷത്തോടെ വല്ലതും തന്നാൽ, ഫഇൻ തിബ്ന ലക്കും മിൻ ശൈഇൻ, വല്ലതും നിങ്ങൾക്ക് സന്തോഷത്തോടെ തന്നാൽ, ഫകുലൂഹു ഹനീഅൻ മരീഅ, അത് സന്തോഷത്തോടെ വാങ്ങി നിങ്ങൾ കഴിച്ചോളൂ, ഉപയോഗിച്ചോളൂ. ഇത് ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണ്. ഖുർആനിൽ സന്തോഷത്തോടെ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് വല്ലതും തന്നാൽ വാങ്ങിക്കോളൂ എന്ന് ഖുർആൻ പറയുമ്പോ അത് വാങ്ങൽ ഹറാമാണ് എന്നൊരു മസ്അല പറയണമെങ്കിൽ ക്രിസ്ത്യാനികളുടെ പാതിരിമാരെ പോലെ സ്വന്തം മതമുണ്ടാക്കാൻ അധികാരമുണ്ടെന്ന് വിശ്വസിക്കുന്ന വെല്ലുവിളിക്കുന്നവരോടെ ആറ്റിങ്കൽ മുഖാമുഖത്തിൽ നിങ്ങളിപ്പോ ഓതിയ ഫൈൻ തിബ്നലക്കും എന്ന് നിങ്ങൾ ഓതിയ രൂപത്തിൽ ഒരായത്ത് കാണിച്ചു തന്നാൽ പേരോടാ ഈ പ്രസംഗം ഇന്ന് നിർത്തും. ഇന്ന് നിർത്തിവെക്കും ഈ പരിപാടി. ഇവിടെ നിന്റെ ചെരുപ്പിടിച്ച് നടക്കും ഞങ്ങള്. പച്ചക്കള്ളം അല്ലാഹുവിന്റെ പേരിൽ പറയേ. ഇത് ബി മിന്നായതല്ല, മിന്ന് ബി ആയതുമല്ല. നിങ്ങൾ മനഃപൂർവ്വം കൃത്രിമം കാണിച്ചത് തന്നെയാണ്. കാരണം എന്താണെന്നറിയോ? നിങ്ങളിവിടെ കാണിച്ച കൃത്രിമത്തിന്റെ സാഹചര്യം എന്ന് പറഞ്ഞുതരാ സദസ്യർക്ക് മനസ്സിലാക്കാൻ. എവിടെ ഇയാൾ ആയത്തോരിന്നറിയോ? ഇയാൾ ആയത്തോരിയത് എന്തിനാ? സ്ത്രീധനത്തെ പറ്റി അവിടെ ചോദ്യം. അപ്പൊ ഇയാൾ പറയണ് കുറെ ന്യായീകരണമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിനു തെറ്റൊന്നുമില്ല, ഒരാൾ പൊരുത്തപ്പെട്ട് തന്നാൽ എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് പറയാണ് പെണ്ണിന്റെ ഭാഗത്തിനൊന്ന് പൊരുത്തപ്പെട്ടിട്ട് നമുക്ക് വല്ലതും തന്നാ തിന്നോളാനാണ് ഖുർആനിൽ പറയുന്നത് എന്ന് പറഞ്ഞാ ഈ ആയത്തോതനത്. എന്നിട്ടാ മൂപ്പര് ആയത്തോതനത്. ആയത്തോതന വിഷയം തന്നെ തെറ്റ്. അവിടെ അള്ളാഹു അതല്ല ഉദ്ദേശിച്ചത്. പേരോടെ ആണെന്ന് തെളിയിക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? 2, ഓതിയത് തന്നെ അബദ്ധമാണ്. ഇല്ലാത്ത ആയത്താ നിങ്ങൾ ഓതിയത്. നിങ്ങൾ ഓതിയതുപോലെ ഒരായത്ത് ഖുർആനിൽ ഇല്ലേ ഇല്ല. തെളിയിക്കാൻ കഴിയോ? കുഞ്ഞാടുകളെ പിടിച്ച് കൊണ്ടെന്ന് പേരോടിനോട് നിങ്ങൾ ഇവിടെ കൊടുന്ന് കാണിക്കണം. വരാ ഞാൻ വരാം. നിങ്ങൾ പേരോടിന്റെ ഈ ആയത്ത് മുസാഹിബ് തീർത്തവരൊന്നും വേണ്ട. മുസാഹിബ് നിർത്തിയിട്ട് ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ നിങ്ങൾ ഓതിയതുപോലെ ഒരായത്ത് ഖുർആനിൽ നിങ്ങൾ കാണിച്ചു തന്നാൽ അന്ന് ഹുസൈൻ സലഫി പരിപാടി അവസാനിപ്പിച്ച് നിങ്ങളെ പിന്നാലുണ്ടാവും. നീ ആ ആയത്ത് ശരിക്കൊന്ന് കേൾപ്പിച്ചേരാം. മാത്രല്ല ഒരു മിനിറ്റ് കൂടെ ഇയാൾ ചെയ്തൊരു കൃത്രിമം കൂടിയുണ്ട്. ആയത്ത് പറഞ്ഞ വിഷയത്തിനെതിരെ ഓതി 1. 2, ആയത്തിന്റെ ഓതിയ ആയത്ത് തന്നെ മുറിച്ചും കട്ടും ഓതി 2. 3, ആയത്തിന്റെ ആദ്യ ഭാഗം കട്ടു. എന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണം? ആദ്യ ഭാഗം ഓതിയാൽ ഇയാൾ പറയുന്നതിനെതിരാണ്. ഇയാൾ പറഞ്ഞ എന്താണ്? പെണ്ണിന്റെ വീട്ടുകാർ തൃപ്തിപ്പെട്ട് വല്ല മുതലും തന്നാ സ്ത്രീധനായിട്ട് നമുക്ക് വാങ്ങാന്നില്ലാണല്ലോ തെളിവോതിയത്. ആയത്തിൽ പറയുന്ന വിഷയം എന്താ? തുടക്കത്തിൽ അതാ പറയുന്നത്. ആയത്ത് കണ്ട നിങ്ങള്? ആയത്ത് ഫുള്ള് ഓടിത്തരാ. പേരോടെ നിങ്ങൾ ഇവിടെ ഫൈൻ തിബ്നലക്കും മിൻ ഷൈഇൻ ഫകുലൂഹു ഹനിയം മരിയാന്നല്ലേ ഓതിയത്? അല്ലാഹുവിന്റെ ഖുർആനിലുള്ളത് ഇങ്ങനെയാണ്. ഫൈൻ തിബ്നലക്കും അൻ ഷൈഇൻ മിന്നു നഫ്സം ഫകുലൂഹു ഹനിയം മരിയാ. മാത്രല്ല അത് സ്ത്രീധനം, പെണ്ണുങ്ങളെ വാപ്പിൽ നിന്ന് സ്ത്രീധനം തന്നാ വാങ്ങി തിന്നോളാനല്ല. പേരോടെ പഠിക്കണം. ആയത്ത് നിങ്ങൾ കട്ടതല്ലേ? തുടക്കത്തിൽ അല്ല പറയുന്നത് വാതുന്നിസാ, പെണ്ണുങ്ങൾക്ക് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കണം. ആണുങ്ങളെ സ്വദഖാതിഹിന്ന നിഹ്ല, മനസ്സറിഞ്ഞ് തൃപ്തിപ്പെട്ടുകൊണ്ട് നല്ല നിലക്ക് നിങ്ങൾ അവർക്ക് മഹർ കൊടുക്കണേ എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടല്ല പറയാണ്. അങ്ങനെ നിങ്ങളെ പെണ്ണുങ്ങൾക്ക് മനസ്സറിഞ്ഞ് കൊടുത്ത മഹറിൽ നിന്ന് വല്ലതും അവര് നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് പിന്നീട് തന്നാൽ നിങ്ങൾ തിന്നോ, നിങ്ങൾ സ്വീകരിച്ചോ എന്നല്ലേ അല്ലാഹു തആല പറഞ്ഞത്. അത് ആദ്യ ഭാഗം കട്ടിട്ട് നിങ്ങൾ എന്തു പറഞ്ഞു? സ്വതക്കം അവർക്ക് മഹർ കൊടുക്കണം എന്ന് പറയുന്ന ആയത്തിന് കട്ടു. എന്നിട്ട് വായിച്ചതും തെറ്റി. എന്നിട്ട് പെണ്ണുങ്ങളെ ഭാഗത്ത് നിന്ന് നമുക്ക് പൊരുത്തപ്പെട്ട് വല്ലതും തന്നാ തിന്നോളാനാണ് അള്ള പറഞ്ഞിരിക്കുന്നത് എന്ന് തെളിവും ഓതിയില്ലേ? പടച്ചറപ്പിന്റെ കോടതിയിൽ നിങ്ങളെ വിടുമോ? ദുന്യാവിൽ നിങ്ങൾക്ക് വാചാലതയോടുകൂടി കുഞ്ഞാടുകളെ കൊണ്ട് തക്ബീർ വിളിപ്പിക്കുമ്പോ, നിങ്ങളെ നാവിന് നാളെ ആഖിറത്തിൽ സീല് വെക്കുമ്പോ അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ അയ്ദീഹിം, അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളെ വായക്ക് സീല് വെക്കും.
അപ്പോ ഇത് ഒരിടത്തല്ല, ഇത് പാച്ചിങ്ങൽ ഇറങ്ങിയ ആയത്താട്ടോ. ഇനി അടുത്തത് കേട്ടോളിൻ. ഈ അടുത്ത സ്ഥലമായ പാറക്കടവിലായത്ത് അടുത്ത ആരാണ്? കുട്ടികളെ സ്വത്തിൽ നിന്നതിനെ പറ്റി ഖുർആനിൽ പറഞ്ഞു, വ്യഭിചാരത്തിനെ പറ്റി പറഞ്ഞു, ഒക്കെ പറഞ്ഞിട്ട് അവസാനം അല്ലാഹു പറയാ വകാന സയ്യൂഹു ഇൻദല്ലാഹി മക്റൂഹ. ഇതൊക്കെ മക്റൂഹായിട്ടാണ് കേട്ടോ. നിങ്ങൾ മൗലവിമാർ അർത്ഥം വെച്ച് എങ്ങനെ ഉണ്ടാവുക? യതീം കുട്ടികളെ സ്വത്ത് കറാഹത്ത്, വ്യഭിചരിക്കലും കറാഹത്ത്. കാരണം ഖുർആനിലെ വകാന സയ്യൂഹു ഇൻദല്ലാഹി മക്റൂഹ, അതൊക്കെ മക്റൂഹാണ്. മക്റൂഹ എന്ന വാക്കർത്ഥം. രണ്ടാമത്തെ വെല്ലുവിളി, പേരോടനും കുഞ്ഞാടുകളും കൊണ്ടുവരണം. വിശുദ്ധ ഖുർആനിൽ നിന്ന് വകാന സയ്യൂഹു ഇൻദല്ലാഹി മക്റൂഹാൻ എവിടെയാ പറഞ്ഞത്? ആയത്ത് അങ്ങനെയല്ല, പേരോടെ പഠിച്ചു വെച്ചോ. കുല്ലു ദാലിക സൂറത്തുൽ ഇസ്രായിലെ 38-ാമത്തെ ആയത്ത് ഞാൻ വായിക്കുന്നു. കുല്ലു ദാലിക കാന സയ്യുഹു ഇൻദ റബ്ബിക മക്റൂഹാ. വകാന സയ്യുഹു എന്നല്ല പേരോടെ, കുല്ലു ദാലിക കാന സയ്യുഹു ഇൻദല്ലാഹ് അല്ല പേരോടെ, ഇൻദ റബ്ബിക മക്റൂഹാ. ഇത് പാറക്കടവിൽ നിങ്ങൾ വച്ചക്കള്ളം പറഞ്ഞതല്ലേ? ഈ ആയത്ത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമോ? നിങ്ങൾ ആയത്ത് പഠിക്കാതെയാണോ മതം പറയാൻ നടക്കുന്നത്? നിങ്ങൾ ആയത്ത് പഠിക്കാതെയാണോ മതം വിളമ്പാൻ നടക്കുന്നത്? ഇനി മൂന്നാമത്തെ ആയത്തും കേട്ടോളൂ. അതെവിടുത്തതാ? അവസാനത്തെ കെട്ടാ. അതെവിടുത്തെ ആയത്താ? നാദാപുരത്ത് തന്നെ, നാദാപുരത്ത് തന്നെ ഇറങ്ങിയ ഒരായത്ത് കേട്ടോളൂ. ഇങ്ങനത്തെ ചില സംഗതികളും ഖുർആനിലുണ്ട് എന്നുള്ളത് ഖുർആനിൽ തന്നെ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഫീഹി ആയാതുൻ മുഹ്കമാതുൻ വഉഖറു മുതശാബിഹാത്ത്. ഖുർആനിൽ മുഹ്കമായ ആയത്തുകൾ ഉണ്ട്. മുഹ്കമായ ആയത്തുകൾ എന്ന് പറഞ്ഞാൽ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നതും മനസ്സിലാക്കേണ്ടതുമായ സംഗതികൾ ഉണ്ട്. വഉഖറു മുതശാബിഹാത്ത്, കുറെ അർത്ഥം മനസ്സിലാകാൻ കഴിയാത്ത ചില സംഗതികളും ഉണ്ട്. അല്ലാഹു പറഞ്ഞു ലാ യഅലമു തഅ്വീലഹുന്ന ഇല്ലല്ലാഹ്. അതിന്റെ വ്യാഖ്യാനം അല്ലാഹുക്ക് മാത്രമേ അറിയൂ. കേട്ടില്ലേ? അടുത്ത വെല്ലുവിളി നാദാപുരത്തുകാർ പഠിച്ചു വെക്കണത് നിങ്ങളെ പറ്റിച്ച ആയത്താ. മൂപ്പരിവിടെ ഒരു മുഖാമുഖം നടത്തിയില്ലേ? ആ മുഖാമുഖത്തില് നിങ്ങൾ എന്റെ ഒരു മിന്നി തെറ്റി ബി ആയി പോയത് ആഘോഷിച്ചപ്പോ പടച്ച തമ്പുരാൻ അതേ സ്പോട്ടിൽ നിന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചതാണ് ഈ ആയത്ത്. നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചതാണ് ഈ ആയത്ത്. ഞാനൊരു ഹദീസ് വായിച്ചപ്പോ മിന്ന് ബി ആയി പോയത് ആഘോഷിച്ചതിന് അള്ളാഹു ആറ്റിങ്ങൽ ഇങ്ങക്ക് ആയത്ത് തന്നു, പാറക്കടവിൽ ദൃഷ്ടാന്തം തന്നു, നാദാപുരത്തും തന്നു. നാദാപുരത്ത് ഓതി ആയത്ത് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് അറിയോ ഖുർആന്? നിങ്ങൾ ഓതി ആയത്ത് അങ്ങനെയല്ല പേരോടെ, ഫീഹി എന്നല്ല. സൂറത്ത് ആലി ഇമ്രാനിലെ 7-ാമത്തെ ആയത്ത് നോക്കിക്കോ. ഹുവല്ലദീ അൻസല അലൈക്കൽ കിതാബ ഫീഹി അല്ല മിൻഹു ആയാതും മുഹ്കമാതുൻ. എന്നിട്ടൊരു ഹുന്ന ഉമ്മുൽ കിതാബിന്റെ മൂപ്പര് കട്ടു. ബാക്കിയാ വായിച്ചത് വഉഖറു മുതശാബിഹാത്ത് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഗുൻ ഫയത്തബിഊന മാ തശാബഹ മിൻഹു ഇബ്തിഗാഅൽ ഫിത്നതി വഇബ്തിഗാഅ തഅ്വീലിഹി. ഇനി ശ്രദ്ധിച്ചോളണം. വമാ യഅലമു പേരോട് വായിച്ചത് ലാ യഅലമു തഅ്വീലഹുന്ന ഇല്ലല്ലാഹ്. മൂപ്പർക്ക് ഈ ഹുന്നനോട് വലിയ കമ്പാണ്. മൂപ്പര് വായിച്ചത് എന്താണെന്നറിയോ? ലാ യഅലമുനാ വായിച്ചത്. പിന്നെ വായിച്ചത് തഅ്വീലഹുന്നാണ്. പേരോട് തെളിയിക്കണം, റൂഹുണ്ടെങ്കിൽ കൊണ്ടുവരണം. അങ്ങനെ ഒരു ആയത്ത് വമാ യഅലമു തഅ്വീലഹു ഇല്ലല്ലാഹ് എന്നതിന് ലാ യഅലമു തഅ്വീലഹുന്ന ഇല്ലല്ലാഹ് ഹുന്ന വായിച്ചില്ലേ? മാ കട്ടിലായാക്കിയില്ലേ? നിങ്ങൾ ഈ നാദാപുരത്ത് വെച്ച് ഞങ്ങളെ കുറിച്ച് പറയുള്ളത് ലാ കട്ടവരാണെന്ന്. നിങ്ങളിപ്പം മാ കട്ടില്ലേ? മാ കട്ട പേരോടെ അങ്ങനെ വമായലമുഹുന്ന ഓതുമായലമു ഓതിയിട്ട് വലായലമു തഅ്വീലഹുന്ന ലായലമു തഅ്വീലഹുന്ന ഇല്ലല്ലാഹ് എന്ന പച്ചക്കള്ളം നിങ്ങളുടെ നാവിലൂടെ വന്നില്ലേ? ഒരു മിന്ന് ബിയായി പോയതിന് ആഘോഷിച്ച കുഞ്ഞാടുകളെ ആഘോഷിക്കണം. നിങ്ങൾ പേരോടനോട് പോയിട്ട് ആച്ചിങ്ങലായത്തും പാറക്കടവിലായത്തും നാദാപുരായത്തും ഒക്കെ എഴുതി വാങ്ങണം. എഴുതി വാങ്ങണം. നിങ്ങൾ പറഞ്ഞില്ലേ സലഫി കൊണ്ടുവരും, അങ്ങനെ വെല്ലുവിളിക്കുന്നു. വെല്ലുവിളി എന്നതും കൊണ്ടുവരാൻ ധൈര്യമുണ്ടോ പേരോടനോ കുഞ്ഞാടുകൾക്കോ? കുറെ എണ്ണം സ്റ്റേജിൽ കുത്തിരുന്നിട്ട് നാഗൂരിക്കാളെ തലാട്ടും പോലെ ആട്ടിന്നില്ലേ? ആട്ടീന്നോ പരിശോധിക്കട്ടെ. കുറെ എണ്ണം മുസാഫ് എടുത്തും കണ്ട് ഇങ്ങനെ സ്ക്രീനിൽ കാണിച്ചിരുന്നില്ലേ? ആ പിടിച്ചോൻ കൊണ്ടുവരട്ടെ. ആര് കൊണ്ടുവന്നാലും കുഴപ്പമില്ല. ആ ചിങ്ങലും പാറക്കടവിലും നാദാപുരത്തെയും 3 ആയത്തും കൊണ്ടുവരണം.